നമസ്കാരം, മച്ചാക്കാട്ടൂരാണേ. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും. അപ്പം ഞാൻ ഒരു ടെസ്റ്റി വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഉത്രാട ദിനത്തിൽ ഞാൻ ഒരു അടിപൊളി ഗിഫ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഒരുപക്ഷെ എൻ്റെ ഗ്രാമമായ നെടുമ്പന പുത്തൻചന്തയിൽ ചെറിയൊരു ഇലക്ട്രിക് ഷോപ്പിൽ നിന്നും നെടുമ്പന പുത്തൻചന്തയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ വലിയൊരു പ്രസ്ഥാനമുണ്ട്. വലിയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഹിൽ ടോപ്പ് ട്രേഡിംഗ് കമ്പനി എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് ആ കടയിൽ നിന്നും നമ്മുടെ നെടുമ്പന പഞ്ചായത്തിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഓഫർ എന്താണെന്നല്ലേ, നെടുമ്പന പഞ്ചായത്തിൻ്റെ 5 വീടുകൾക്കുള്ള പെയിൻറ്റ് അവിടുന്ന് ഫ്രീ ആയി നൽകുന്നു. അപ്പോൾ അവരുടെ ഓണവിശേഷങ്ങൾ നമുക്ക് നാളെ പങ്കുവയ്ക്കാം. അപ്പം നമ്മളിതേ ഒരു ചെറിയൊരു ഓണാശംസ, അതായത് ഓണം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു പഴമൊഴിയുണ്ട്, കണ്ടുമടുത്തവൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങണം, ഉണ്ടുമടുത്തവൻ്റെ കയ്യിൽ നിന്നും ഉരുള വാങ്ങണം, കാണം വിറ്റും ഓണം ഉണ്ണണം. ഇതൊക്കെ പഴമൊഴികളാണെങ്കിലും ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. കാരണം പണ്ടുള്ളവർ പറഞ്ഞത് എന്താണോ അതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ഓണവിശേഷത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെടുമ്പന പഞ്ചായത്തിൻ്റെ നെടുമ്പന പുത്തൻചന്തയിലാണ്. ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ട്, ഹിൽ ടോപ്പ് ട്രേഡിംഗ് കമ്പനി. അതായത് ചെറിയൊരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും പെയിൻറ്റിങ്, പ്ലംബിങ്, അങ്ങനെ ഒരു വലിയൊരു വ്യാപാര മേഖലയായി ഈ ഒരു പുത്തൻചന്തയെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് വിലക്കുറവ്, അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാനും അവരുടെ കടയുടെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൻ കൊണ്ടുവന്ന മുത്താരങ്ങൾ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൻ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മലയാളി പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീ വാ മുത്രാടപ്പൂനിലാവി വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ മുത്രാടപ്പൂനിലാവി വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. വ്യക്തിയെയും അവരുടെ ഫാമിലിയെയും അവരുടെ കടയും അവരുടെ വിശേഷങ്ങളും അല്പനിമിഷം ഓണമായിട്ട് നമുക്കെല്ലാവർക്കും പങ്കുവയ്ക്കാം. ഓക്കെ, എല്ലാവരും അല്പനിമിഷം നമ്മളോടൊപ്പം ഒന്ന് റെസ്റ്റ് ചെയ്യുക. അണ്ണാ നമസ്കാരം, ഞാൻ മച്ചാക്കാട്ടൂര്, ചെറിയൊരു യൂട്യൂബ് ചാനലിൽ, പിന്നെ അത്യാവശ്യം ഒരു മിമിക്രി കലാകാരനാണ്. അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു നമ്മുടെ പ്രദേശത്ത്, അതായത് ഞാൻ നെടുമ്പനക്കാരനാണ്. അപ്പോൾ നമ്മുടെ തന്നെ ഈ പ്രദേശത്ത് ഒരു ചെറിയൊരു ഷോപ്പിൽ നിന്നും ഇത്രയും വിപുലമായ ഒരു വലിയൊരു സംരംഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അണ്ണൻ്റെ ഒറിജിനൽ പേര് അജയൻ. സ്വന്തം സ്ഥലം ഇത് തന്നെയാണ്. ഫാമിലി മോള് ധ്വനി എന്ന പേര്, മോന്റെ പേര് ധ്രുവ് എന്നാണ്, വൈഫിന്റെ പേര് മായ എന്നാണ്. അവള് ടീച്ചറാണ്.
പൂയപ്പള്ളി സ്കൂളിലെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയാണ്. ഓക്കെ. അപ്പം എത്ര വർഷമായി ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്? ഇപ്പം 4 വർഷം ഫിനിഷ് ആവാൻ പോകുന്നു. 5-ാം വർഷത്തിൽ കിടക്കുന്നു. ആദ്യം ഏത് ഷോപ്പായിരുന്നു? ഇലക്ട്രിക് ഷോപ്പാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ചെറിയൊരു ഇലക്ട്രിക് ഷോപ്പിൽ നിന്നാണ് ഇപ്പം പെയിൻറ്റിങ്, ഹാർഡ്വെയർ, ഇലക്ട്രിക് പ്ലംബിങ്, അങ്ങനെ എല്ലാ ഒരു മേഖല കൈകടത്തി എന്ന് അറിഞ്ഞു. സംഭവം ഇതിപ്പോൾ മൊത്തം കറക്റ്റ് 5 വർഷമായി. ഇപ്പം എല്ലാ തരത്തിലുള്ള കമ്പനിയുടെ സാധനങ്ങളും ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇലക്ട്രിക്കിന്റെ ഏതൊക്കെ കമ്പനിയുണ്ട്? ഇലക്ട്രിക് നമുക്ക് ലെഗ്രാൻഡ് ഉണ്ട്, വിനയ് ഉണ്ട്, മെയിൻ ചെയ്യുന്ന അതാണ്. പിന്നെ അല്ലാതെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ പ്ലംബിങ്ങിൻ്റെ മെയിൻ ഹൈക്കോണ്ടിൻ്റെ പൈപ്പ് ആൻഡ് കേരയുടെ മോട്ടറുകൾ, ടാങ്കുകൾ, നല്ല പുതിയ ടാങ്കുകൾ, പൊളിക്കാൻ ടാങ്കുകൾ. പിന്നെ പെയിൻറ്റ് ബർജറാണ് മെയിൻ ചെയ്യുന്നത്. പിന്നെ ഇൻഡിഗോടെ ഉണ്ട്. പിന്നെ ബർജിന് ഏഷ്യൻ്റെ കുറച്ച് ഐറ്റംസ്, പിന്നെ MRF, അങ്ങനെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. പക്ഷെ ഞാൻ വേറൊരു വിഷയം അറിഞ്ഞു, മുതലാളിയും തൊഴിലാളിയും ഒന്നാണെന്ന് ഞാൻ അറിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് ഈ മുതലാളിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ കടയിലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ സൈറ്റുകളിൽ സാധനം കറക്റ്റ് സമയത്ത് കൊണ്ട് എത്തിക്കും എന്ന് ഞാൻ അറിഞ്ഞു. ആ ഒരു ഓപ്പർച്യൂണിറ്റി അണ്ണൻ്റെ മനസ്സിലേക്ക് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു പോകുന്നു? അത് ഞാൻ ഇല്ലായ്മ ചവിട്ടി കയറി വന്ന വ്യക്തിയാണ്. ഞാൻ 21 വർഷം മെഡിക്കൽ ഫീൽഡിലായിരുന്നു. കൊല്ലത്ത് ഒരു മെയിൻ വർക്ക് കൊണ്ടുവന്ന വെസ്റ്റേൺ ഏജൻസി എന്ന് പറഞ്ഞ് നമ്മളെ തൊട്ട് ഓപ്പോസിറ്റ് ചായമാരായിരുന്നു. ജോസ് ചാന്, സാഹിബ് ചാന്, അവരെല്ലാം ചേർന്ന് തുടങ്ങിയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 21 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ്. ചിന്നക്കട സൈക്കിൾ ഓട്ടിയിട്ടുണ്ട്. ചവിട്ടിക്കേറി വന്നതാണ് ഒരു പടി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏത് സംരംഭമായാലും ചെറുതായാലും വലുതായാലും ഒരു വ്യക്തി അത് തുടങ്ങുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ കുറേ ആൾക്കാർ കാണും. പക്ഷെ അതൊന്നുമല്ല വിഷയം. ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യം കാണും. അത് ഏതൊരു വ്യക്തിയോ ആയിക്കോട്ടെ, അവർക്കൊരു ലക്ഷ്യം കാണും. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി അവർ പോരാടും. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുമാകാം, എനിക്കുമാകാം, ആർക്കുമാകാം. ഓക്കെ അല്ലയോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ അണ്ണാ? അപ്പോൾ അണ്ണാ, ഓണമായിട്ട് എന്താണ് വിശേഷം? ഓണം അതിപ്പം 5ാമത്തെ ഓണമാണ്. ഞാൻ കസ്റ്റമേഴ്സിനും സ്റ്റാഫുകൾക്കും ബോണസ് കൊടുക്കുന്നത്. അതിന് മുമ്പ് വരെ ഞാൻ ബോണസ് മേടിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല ബോണസ് ഞാൻ വെസ്റ്റേൺ ഏജൻസി എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കലിൽ നിന്ന് എൻ്റെ ചേമ്പർ തരുമായിരുന്നു. അവർക്കൊരു ബിഗ് സല്യൂട്ട്. അവരായിരുന്നു അണ്ണനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഇതിലേക്ക്, ബിസിനസ് മേഖലയിലേക്ക്. അപ്പം ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ, അതായത് കൊച്ചു കൊച്ചു കടകൾ മാത്രമുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സംരംഭം ഇടുമ്പോൾ ഇത് സക്സസ് ആകുമോ ആകത്തില്ലയോ എന്നൊരു ടെൻഷൻ അങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല സുഹൃത്തുക്കൾ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ, എപ്പോഴും നല്ല ബന്ധങ്ങൾ നമുക്ക് ദൃഢമായിരിക്കുന്നത് നല്ല സുഹൃത്തുക്കളുള്ളപ്പോഴാണ്, നല്ല ചിന്തകൾ വരുമ്പോഴാണ്, നമ്മൾ നല്ല രീതിയിൽ ഉപദേശിക്കുമ്പോഴാണ്. അപ്പോൾ ആ സുഹൃത്തുക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? എന്നെ സുഹൃത്തുക്കൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഇപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. ഇപ്പം ആരുടെയും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, അത് സ്വാഭാവികമാണ്. പിന്നെ അതിലുപരി ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരുപാട് മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നു. അത് അദ്ദേഹം പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നതുമില്ല. എന്നാൽ ഈ ഓണത്തിൻ്റെ ഇപ്പം 5 വർഷമായി ഈ കട പിന്നെ ഓപ്പണായിട്ട്. അപ്പോൾ അണ്ണൻ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ വർഷത്തെ അണ്ണൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഈ ഓണം പ്രമാണിച്ചും പിന്നെ എൻ്റെ 5ാം വർഷം തികയാൻ പോകുന്നതിന് പ്രമാണിച്ച് നമ്മുടെ നെടുമല പഞ്ചായത്തിലെ 5 വാർഡിൽ തിരഞ്ഞെടുക്കും. 5 വാർഡിലെ 5 വീടുകൾക്ക്, നിർത്തനായ 5 വീടുകൾ, പുതിയ വീടുകൾക്ക് ബർജർ പെയിൻറ്റ് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഈ വർഷത്തെ എൻ്റെ 5 വീടുകൾക്ക് ഫ്രീ ആയി പെയിൻറ്റ് കൊടുക്കുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് കേൾക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു വ്യക്തിക്കായാലും ഒരു നന്മ മനസ്സിൽ ചെയ്യുവാൻ ഉണ്ട് എന്ന് പറയുന്നതിലല്ല, അവർ ചെയ്യുമ്പോഴാണ് അതിന് പ്രാധാന്യം. പക്ഷെ അവരത് പുറത്ത് ഞാൻ ഇന്നത് ചെയ്യാം, ഞാൻ ഇന്നത് ചെയ്തു. അപ്പം ഈ വർഷത്തെ ഓണത്തിൻ്റെ സന്തോഷം അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? നെടുമ്പന പഞ്ചായത്തിലെ 5 വാർഡുകളിൽ വീടിൻ്റെ ഫുൾ പെയിൻറ്റിങ് അദ്ദേഹം ചെയ്തു തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതൊരു വളരെ മഹത്തായ കാര്യമാണ്. അതിന് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്താണ് പേര്?
ധ്രുവ് എത്രയാണ് പഠിക്കുന്നത്? 4 പഠിക്കുന്നു. മോളെ പേരെന്താണ്? ധ്വനി. എത്രയാണ്? +1. എവിടെയാണ്? കണ്ണനല്ലൂർ. ഓക്കെ, ഞാൻ അവിടെ പഠിച്ച കേട്ടോ. ടീച്ചർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗവൺമെന്റ് പൂയപ്പള്ളി. ഓക്കെ. അപ്പം ടീച്ചറാണോ അണ്ണനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് കൂടുതൽ സപ്പോർട്ട് അജയ് ഉണ്ടായിരുന്നു. അണ്ണനായിരുന്നു. ഓക്കെ. അപ്പോൾ ഓൾറൗണ്ടിക് സപ്പോർട്ടാണ് അല്ലേ? മക്കളെ, പിന്നെ അച്ഛൻ എങ്ങനെയാണ്? ബിസിനസ്സും കാര്യങ്ങളും തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണോ പെരുമാറുന്നത്? നിങ്ങളോട് പിന്നെ നല്ല രീതിയിൽ എപ്പോഴും നിങ്ങൾക്ക് സ്നേഹപരമായിട്ടാണോ നിങ്ങളോട് പെരുമാറുന്നത്? അപ്പോൾ നിങ്ങളും അതിൽ ഹാപ്പിയാണല്ലേ? ഓക്കെ. എല്ലാ വർഷത്തെയും പോലെ ഹാപ്പി അല്ലേ? അത്തം 10 പൊന്നോണം ഒത്തു പാടുക നമ്മൾ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. അത്തം 10 പൊന്നോണം ഒത്തു പാടുക നമ്മൾ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. അപ്പോൾ ഓക്കെ. അപ്പം എല്ലാവർക്കും ഹിൽ ടോപ്പ് ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇങ്ങോട്ട്